ലോകത്തിലെ ഫേമസ് ആയിട്ടുള്ള ആറന്മുള കണ്ണാടി അതിൻ്റെ ഒരു സ്റ്റാളാണുള്ളത്. അപ്പോൾ അതിൻ്റെ വിശേഷങ്ങൾ നമ്മൾ ഇവിടുത്തെ ചേട്ടൻ പറഞ്ഞിരുന്നുണ്ടായിരിക്കും. പറഞ്ഞു. ആറന്മുളയില് ലോഹം കൊണ്ട് ചെയ്തു വരുന്ന കണ്ണാടിയാണ് ആറന്മുള കണ്ണാടി എന്ന് പറയുന്നത്. ചെമ്പും വെളുത്തിയും കൂടെ ഉരുക്കിയെടുക്കുന്ന ഒരു അലോയിയാണ്. ഇതിനാണ് വെള്ളോടെന്നാണ് പറയുന്നത്. ഈ ലോഹത്തിന് പ്രത്യേകം മോൾഡ് ഉണ്ടാക്കി മോൾഡിനകത്ത് ഉരുക്കി ഒഴിച്ചിട്ട് ഷീറ്റ് ആക്കിയതാണ്. ഈ പ്രതലം പല ആവർത്തി വാട്ടർ പേപ്പർ, കോട്ടൺ തുണികളെ, ബനിയൻ തുണികളെ തേക്കുമ്പോഴാണ് ഇതൊരു സെക്കൻഡ് സ്റ്റേജേ ആയുള്ളൂ ഈ ഒരു ഫിനിഷിങ്ങിലോട്ട് ഇതിനെ കൊണ്ടുവരുന്നത്. ഇത് ക്ലാരിറ്റിയാ നോക്ക്. ഇതിനെ പിത്തള ഫ്രെയിമുകളിൽ ഇതുപോലെയുള്ള ഫ്രെയിമുകളിൽ ഉറപ്പിച്ച് കഴിയുമ്പോഴാണ് ഇതിന്റെ ഫിനിഷിങ് ആവുന്നത്. ഇതല്ലേ നമ്മൾ ഒറിജിനൽ കണ്ണാടി, വാൽ കണ്ണാടി എന്ന് പറയുന്നത്. വാൽ കണ്ണാടി എന്ന് പറയുന്ന സംഭവം അത് എഴുതിയിട്ടുണ്ടല്ലേ, ആറന്മുള കണ്ണാടി എന്ന് എഴുതിയിട്ടുണ്ട്. ഇത് എന്താ പറഞ്ഞ ആറന്മുള വള്ളം, ചുണ്ടൻവള്ളം എന്ന് പറയും. അല്ല, ഇത് എന്തുകൊണ്ട് ഉണ്ടാക്കുന്ന സംഭവം? ഓടാണ്. ഓട. അതെ അതെ. സൈഡിൽ നിന്ന് എടുക്കണം, ഇങ്ങനെ എടുക്കുന്നു. അതെ, അത് ആറന്മുള തിരുവോണത്തോണി എന്ന് പറയുന്ന വള്ളംകളിയുമായിട്ട് ബന്ധപ്പെട്ട ഒരു ഇതാണ്, ഫിഗറാണ്. 950 തൊട്ട് മുകളിലോട്ടാണ്. സാധാ മിററുമായിട്ട് ഇതിനൊരു വ്യത്യാസമുണ്ട്. സാധാ ആറന്മുള കണ്ണാടിയും സാധാ മിററുമായിട്ട് നമുക്ക് തിരിച്ചറിയുന്നത് എങ്ങനെയാണെന്ന് കൂടെ ജസ്റ്റ് കാണിച്ചു തരാം. ലോക്കൽ മിററാണിത്. അതിനകത്ത് ടച്ച് ചെയ്യുമ്പോൾ ഒരു ഗ്യാപ്പ് വരും. മെറ്റൽ മിറർ ടച്ച് ചെയ്യുമ്പോൾ ഗ്യാപ്പ് ഉണ്ടാവില്ല. മെറ്റൽ മിറർ ടച്ച് ചെയ്യുമ്പോൾ ഗ്യാപ്പ് കാണത്തില്ല. ഇങ്ങനെയാണിത് തിരിച്ചറിയുന്നത്. ആറന്മുള കണ്ണാടി വ്യത്യാസമാണെന്ന് മനസ്സിലാവുന്നത്. ഓക്കെ ഏട്ടാ. അപ്പം നമ്മുടെ പാഴ്വസ്തുക്കൾ കൊണ്ട് നിർമ്മിക്കുന്ന കുറച്ച് അലങ്കാര വസ്തുക്കൾ ഉൽപ്പാദിപ്പിക്കുന്ന ഒരു ചേച്ചിനെ പരിചയപ്പെട്ട് ഡീറ്റെയിൽസ് ഞാൻ പരിചയപ്പെട്ടു. ചേച്ചിയാണ്. നമ്മൾ പാഴ്വസ്തുക്കൾ വെച്ചിട്ടാണ് ഈ ഐറ്റം എല്ലാം ഉണ്ടാക്കുന്നത്. ഇത് വാഴനാര് വെച്ചിട്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. ഇതെല്ലാം സോളാർ വുഡ് വെച്ചിട്ടാണ്. ഇത് നമ്മൾ പ്രോസസ്സ് ചെയ്തെടുക്കുന്നതാണ്. ശരിക്കും ചെങ്ങടപ്പുല്ല് എന്ന് പറഞ്ഞിട്ടുള്ള പുല്ലാണ്, ഗ്രാസാണ്. പിന്നെ ഇതിൽ പാളുണ്ട്, കുറുന്തോട്ടി, ഇതെല്ലാം കുറുന്തോട്ടിയാണ്. ഈ കാണുന്നതെല്ലാം കുറുന്തോട്ടി പ്രോസസ്സ് ചെയ്തെടുക്കുന്നതാണ്. ഒരു 5-8 വർഷം എങ്ങനെയായാലും അതിരിക്കും, ഒരു കേട് കൂടാതിരിക്കും. നമുക്കിത് എങ്ങനെ വാഷബിളായിട്ട് നമുക്ക് സോപ്പ്, ഷാമ്പൂ ഒക്കെ ഉപയോഗിച്ചിട്ട് വാഷബിളായിട്ട് നമുക്ക് ഉപയോഗിച്ചെടുക്കാൻ പറ്റുന്നതാണ്. പിന്നെ എനിക്കും യൂട്യൂബ് ചാനലുണ്ട്, ഒലീഗ ക്രാഫ്റ്റ് വേൾഡ് എന്നാണ് എൻ്റെ ചാനലിൻ്റെ പേര്. അപ്പോൾ എല്ലാവരും ചാനൽ കാണണം, സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം. അപ്പോൾ ഈ ഫ്ലവർ നിങ്ങൾക്ക് എല്ലാവർക്കും പഠിക്കാനും കൂടിയിട്ടുള്ളത് അതിൽ കാണാൻ പറ്റും. വീട്ടമ്മമാർക്കൊക്കെ പഠിച്ചെടുക്കാൻ കൊറിയറൊക്കെ അയച്ചു കൊടുക്കുന്നുണ്ടോ? കൊറിയറൊക്കെ നമുക്ക് ആവശ്യമുള്ളവർക്ക് കൊറിയർ അയച്ചു കൊടുക്കാം. അപ്പോൾ ഇതെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ഇതിൽ പെട്ടെന്ന് വീട്ടിലിരിക്കുന്ന എല്ലാ അമ്മമാർക്കും ചെയ്യാൻ പറ്റുന്ന അടയ്ക്ക, പാള, കുറുന്തോട്ടി, മുള, ചെങ്ങടപ്പുല്ല്, ചകിരി, ചോളകത്തിന്റെ പോള, പിന്നെ വാഴനാര്, അങ്ങനെ എല്ലാം പ്രകൃതിയിൽ നിന്ന് കിട്ടുന്ന നമുക്ക് ഇനി എല്ലാം ഉപേക്ഷിച്ചുള്ള എല്ലാ ഐറ്റം കൊണ്ട് നമുക്ക് പലതും നമുക്ക് വെച്ചെടുക്കാൻ കഴിയും. അപ്പോൾ നമ്മൾ 1-2 ഫ്ലവറൊക്കെ ഉണ്ടായി കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കായിട്ട് നമുക്ക് ഫ്ലവർ ഒരുപാട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ ഇതെല്ലാവരും ചാനൽ കാണണം, സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. അടയ്ക്കയുടെ തൊപ്പി വെച്ചിട്ടാണ് നമ്മളത് ഉണ്ടാക്കിയിരിക്കുന്നത്.